ഹലോ എവ്രി വൺ. അപ്പോൾ ഈ ഒരു വീഡിയോ ഓണത്തിന് സമയത്തുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം ഇതാ രാവിലെ എണീറ്റ് പൂവൊക്കെ ഇട്ട് സെറ്റായി കേട്ടോ. അതിനുശേഷം ഞാനൊന്ന് റെഡിയായി. നമുക്കിന്നൊരു ഹൗസ് വാമിങ്ങിന് പോകാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഏട്ടൻ്റെ ഹൗസ് വാമിങ് തന്നെയാണ്. അപ്പം അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതാ മഴ പെയ്തു കേട്ടോ. അപ്പം ഇനിയിപ്പം കുടയൊക്കെ ചൂടി പോകണ്ടേ, കുഴപ്പമില്ല. ഇതാ കുടയൊക്കെ ചൂടി അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അപ്പോൾ ഫ്രണ്ടിൽ അതാ ഒരു നേവി ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കുന്ന അതാണ് കേട്ടോ ഷാജിയേട്ടൻ. അപ്പം അവരെ ഹൗസ് വാമിംഗ് ആണ്, അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ ഏടത്തിയമ്മ. അപ്പം നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവനെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ കൽക്കണ്ടൊക്കെ നല്ലോണം ഉണ്ട്, അതാണ് മെയിൻലി കാരണം. പിന്നെ നമുക്കൊരു ബേബീനെ കാണാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേബിക്ക് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ മോനാട്ടോ ഇടാന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ ഇടാൻ നോക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര കുറവായി കേട്ടോ. എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അവസാനം അച്ഛൻ തന്നെ ഇടേണ്ടി വന്നു. അങ്ങനെയായിട്ട് ഇട്ട് കൊടുത്തു. കുഞ്ഞ് ബേബിയാണ്. അപ്പോൾ ഇതാ ഈ റൂമാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വാള് പെയിൻറ് ചെയ്തിരിക്കുന്ന നല്ല ഗ്രീൻ കളറിൽ, അതിൻ്റെ നടുക്ക് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വൈറ്റിലുള്ള, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ ബെഡ്റൂമിലത്തെ വാർഡ്രോബ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വാർഡ്രോബ് നല്ലൊരു ഡിസൈൻ, എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ മുകളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഇതാ ഒരു ചെറിയ ലാൻഡിങ് ഏരിയ ഉണ്ട്. അവിടെ ഈ മയിൽപ്പീലി പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടുത്തെ ഓരോ കോർണർ കാണുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പിന്നെ എന്താ നമ്മൾ സ്റ്റെയർ കയറി എത്തുന്ന ലാൻഡിങ് ഏരിയയിൽ അതാ ഈ ഹാളിൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇതാ TV സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എനിക്ക് ഇവിടെ എല്ലാതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, ചിലതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മുകളിലുള്ള ഒരു ബെഡ്റൂമിൽ നിന്ന് ഉള്ള ബാൽക്കണി എന്നുള്ള വ്യൂ ആട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം എൻ്റെ ബാക്കിലുള്ള ഏരിയ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച ഏരിയ. നല്ല വ്യൂ ആണ് കേട്ടോ ബാക്കിൽ കാണാൻ. അപ്പോൾ ഇതാണ് കണ്ണൻ, ഇവിടുത്തെ ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ ആണ് ഇവിടെ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെയൊക്കെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. ഈ TV അതേമാതിരി നമ്മുടെ സ്പീക്കേഴ്സ് കാര്യങ്ങൾ, അതിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതേപോലെ തന്നെ ബാക്കിൽ കണ്ടോ വാളിൽ മൗണ്ട് ചെയ്ത് ആ ഒരു ഫ്ലവർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ രണ്ടാൾക്കാർ ആ TV-യിലേക്ക് നോക്കിയിരിക്കുന്നത്. ഓൾറെഡി സോങ് പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടാളും കൂടി ഈ സ്പീക്കറൊക്കെ സെറ്റ് ചെയ്തത്, അതാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഭയങ്കര പ്രാന്താണ് ഈ സ്പീക്കേഴ്സിൻ്റെയും ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെയൊക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഓരോ ഏരിയ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഇനി നെക്സ്റ്റ് പോസ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏട്ടന്മാരെ മക്കളാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ.
അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഞാനൊരു കുഞ്ഞ് വാവനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്തൊക്കെയോ ചോദിച്ചു, പല്ല് കാണിച്ചു തരുമോ, വായിൽ പല്ലുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്നെ പരിചയമില്ലാത്തതിനെ കൊണ്ട് ഒന്നും മിണ്ടിയില്ല ആദ്യം. പിന്നെ പല്ലൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ വാവൻ്റെ അമ്മ വിളിച്ചിട്ട് താഴേക്ക് പോവാണ്. പിന്നെ അതാ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടോ. അപ്പം നല്ല സദ്യയൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ ഐറ്റംസുകൾ ഇങ്ങനെ വിളമ്പുമായിരുന്നു, സദ്യയുടെ സാധനങ്ങൾ. അപ്പോൾ എല്ലാവരും ചോദിക്കുക, വീഡിയോ എടുക്കുന്നില്ലേ, എന്നെ എടുക്കുന്നില്ലേ. അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ക്യാമറ ഇട്ട് വന്ന സമയത്ത്, ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര സ്ലോ ആയിരുന്നു. ഞാൻ ക്യാമറ അങ്ങോട്ട് മാറ്റിയപ്പോഴേക്ക് സ്പീഡ് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു. നല്ല സദ്യയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫുഡ് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മളെ വാഷ് ബേസ് ഏരിയ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ലൈറ്റൊക്കെ കൊടുത്തിട്ട് കാണാൻ. അപ്പോൾ ഇതാ ഇനി കിച്ചൺ ഏരിയയിലേക്ക് പോവാം കേട്ടോ. ഇവിടെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഫാമിലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു കുഞ്ഞ് സ്റ്റോർ റൂം ഉണ്ട് ഈ ഏരിയയിൽ. പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ നമ്മളിതാ പോവാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ.